മൈക്രോഫോൺ അതായത് ഇതിൽ ഒരു 4 ട്രാൻസിസ്റ്ററുണ്ട്. 547 ഇതും 337 547 ഇത് 139. ഇതൊക്കെ ഒരേ സൈസിലെ ട്രാൻസിസ്റ്റർ, അതായത് NPN ട്രാൻസിസ്റ്റർ. അതൊക്കെ ബേസിൽ P പോസിറ്റീവ്, അപ്പുറത്ത് നെഗറ്റീവ് ആയിട്ടുള്ളത് ഈ കണ്ണ്. ഇത് എമിറ്റർ, ഇത് ഇതിന് കണക്ട്, ബേസ്. മ്യൂസിക്കിലെല്ലാം ആംപ്ലിഫൈ ചെയ്ത് തിരിക്കോടതിനെ വീണ്ടും ആംപ്ലിഫൈ ഒന്നുകൂടി ആംപ്ലിഫൈ കപ്പാസിറ്റർ ഫിൽറ്റർ ചെയ്ത് ബണ്ണെടുത്ത് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ സ്പീക്കർ വയ്ക്കുക. അപ്പോൾ സൗണ്ട് ഉണ്ടാകും. അപ്പോൾ അതായത് ഇവിടെ ഇത് ഇൻപുട്ട്, ഇത് സപ്ലൈ കൊടുത്ത്, ഇതിലല്ല സപ്ലൈ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ്, ഇത് 2 പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് 9 വോൾട്ട്, ഇതിൽ നെഗറ്റീവ് കൊടുക്കുന്നത്. ഇതിൽ ഇപ്പോഴത്തേക്ക് നെഗറ്റീവ്. ഇതിൽ ഇനിയിപ്പോൾ ഇത് വർക്കില്ലെന്ന് അറിയണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിൽ നിന്നൊരു 1 കെയർ 3 പോസിറ്റീവ് 1 കെയർ 3 നെഗറ്റീവ് ഇടുക. അപ്പോൾ ഇതിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ആ ലൈറ്റ് കത്തും. ഇനിയിപ്പോൾ ഈ ഇൻപുട്ട് സ്പീക്കർ, ഇത് മൈക്രോഫോൺ ഇൻപുട്ട്, അവിടെ നിന്ന് ഇത് ഔട്ട്പുട്ട്, ഈ സ്പീക്കറിൽ കൊടുക്കുന്നത്. അങ്ങനെ ഇനി അതിനെ പിന്നെയും ഒന്ന് വലുതാക്കി ഈ സൗണ്ട്, അപ്പോൾ ഈ സ്പീക്കറിന് പകരം ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇൻപുള്ളി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇൻപുള്ളി, ഇതിൻ്റെ ഇൻപുട്ട് കണ്ട റേഡിയോ ഇതിലേക്ക് കൊടുക്കുക. ഇത് ഈ ഔട്ട്പുട്ട് ഈ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇൻപുള്ളിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സൗണ്ടിൽ ആംപ്ലിഫയർ. അത് ട്രാൻസിസ്റ്റർ ഒന്നും ഇല്ല ഈ എല്ലാം 386 IC ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത് നല്ല ക്ലാരിറ്റിയോട് കൂടി കിട്ടും. 9 വോൾട്ട് ബാറ്ററി മാത്രം മതി. വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇതിപ്പോൾ റെഡി ആകണമെങ്കിൽ ഇതിവിടെ ഈ കോയിൽ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഇതേമാതിരി ഇവിടെ 47 PFൻ്റെയും OA79 ഡയോഡും ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 2 വയറും ഇതിലേക്ക് കൊടുക്കുക. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ RF കോയിൽ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റേഡിയോ സിഗ്നൽ ഒന്ന് ഇതിലേക്ക് കിട്ടും. തന്നെ സംസാരിക്കും. ആ സർക്യൂട്ട് ഇത് വേണ്ട വെച്ച് ഇവിടെ കണ്ട ഇത് വെച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് ചെറിയ സിഗ്നലായിട്ട് ഒരർത്ഥിരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥിരിക്കുന്നത് പറഞ്ഞാൽ അല്ലരി മുകളിലത്തെ ഇരിക്കുമ്പോൾ എന്നിട്ട് അങ്ങനെ സപ്ലൈ കൊണ്ട് ഇത് ആംപ്ലിഫയർ, അതിൻ്റെ സ്പീക്കർ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് നല്ല വരുന്നത്. ഇത് വോളിയം വോളിയം കൂട്ടാനും കുറയ്ക്കാനും കഴിയുകയാണ്. ഈ സർക്യൂട്ടൊക്കെ ഇതിന് മുമ്പ് നിങ്ങൾക്ക് പഠിച്ചു തന്നപ്പോൾ പിന്നെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടാകണം. ഇതിൽ ഫേക്കൊന്നുമില്ല. ഈ പറഞ്ഞാൽ ഇതൊക്കെ ക്ലിയറാണ്. അതിൻ്റെ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം. വോൾട്ടേജ് ഇവിടെ ട്രാൻസിസ്റ്റർ പോയി അതിനെ പറഞ്ഞ ട്രാൻസിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഈ വോൾട്ടേജ് ഇവിടെ ഇതിലേക്ക് എത്ര വോൾട്ടേജ് വരും, ഡിജിറ്റൽ മീറ്റർ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇവിടുത്തെ വോൾട്ടേജ് അങ്ങനെ മാറുന്നത്, എങ്ങനെയൊക്കെ ആംപ്ലിഫൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ അറിയാം. അതിന് ബോർഡുണ്ട്. ഇത് വേണ്ട ഈ ബോർഡുണ്ട്. ഈ കണ്ട ബോർഡത് അല്ല, ഈ കണ്ടത് ഹീറ്റ്സിങ് വെച്ചിട്ടുണ്ട്. ബാറ്ററി 9 വോൾട്ട് 250 മേടിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ ബാറ്ററി 5 കൊടുത്താൽ 20 കൊടുത്താൽ നല്ല ബാറ്ററി കിട്ടും. റീചാർജബിൾ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. ഇങ്ങനത്തെ സർക്യൂട്ടുകൾ ഇനിയിപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ അതെ ഇവിടെ ലൈറ്റ് കത്തി വേണ്ട, ലൈറ്റ് കത്തി നമുക്ക് ബോർഡ് ലൈറ്റ് കത്തി
ഇങ്ങനത്തെ ചെറിയ ബട്ടണൊക്കെ മേടിച്ചാൽ മതി. ഈ ബട്ടൺ ടോർച്ചിൻ്റെ ബട്ടണായി ഇത് 10 രൂപയുള്ള 10 5 രൂപ ബട്ടൺ ഇതൊക്കെ അവിടെ ഇത് വേണ്ട ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട്